ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ പെട്ടെന്നൊരാഗ്രഹം, ഒന്ന് പാനിപ്പൂരി കഴിക്കാൻ പോയാലോ? കേട്ടിട്ടുണ്ടേ അമ്പാടിയും ഓക്കെ പറഞ്ഞു. അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. എന്നാലും ഓക്കെ പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പാനിപ്പൂരി കഴിക്കാൻ ഇറങ്ങി. എന്തെല്ലാം രസം. ഇവിടെ ഈ സംഭവമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് കിട്ടാൻ ഭയങ്കര പാടാണ്, അതാണ് കാര്യം. ഇവിടെ ഫിഷ് ഐറ്റം, നോൺ വെജ്ജിൽ ഫിഷ് ഐറ്റം ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അതല്ല വേണ്ടത്. നിങ്ങൾക്കറിയാം, ഈ കൊല്ലം അഴീക്കെ ബീച്ചിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബീച്ച് അവിടെ കേട്ടോ, നമ്മുടെ സ്ഥലം അവിടെയാണ്. അവിടെ എത്ര ഫുഡ് കിട്ടും, സ്ട്രീറ്റ് ഫുഡൊക്കെ എന്തുമേ കിട്ടുമെന്ന് ഒരു കണക്കുമില്ല കേട്ടോ. കുറേ ഉണ്ട്, കുറേ. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് വർക്കലയിൽ ശരിക്കും റെസ്റ്റോറൻറ്റ് കുറേ ഉണ്ടെങ്കിലും നമുക്കിതുമാതിരി സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയയൊക്കെ ഭയങ്കര കുറവായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവർക്ക് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഭയങ്കര റെസ്റ്റോറൻറ്റിൽ കയറി വൈബടിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിൽ വർക്കല ഈസ് ഓക്കെ, പൊളിയാണ്. ബട്ട് നമുക്ക് കടലൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് നടക്കാം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ബീച്ച് അടിപൊളിയാണ്. അതല്ലല്ലോ നമ്മുടെ വിഷയം. എന്തായാലും നമ്മൾ വിചാരിച്ച സംഭവം നടന്നു. നമുക്ക് ഫൈനലി നമുക്ക് പാനിപ്പൂരി ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പാനിപ്പൂരി ഷോപ്പായിട്ടല്ല കേട്ടോ, അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടായിട്ട് മാത്രം നടത്തുന്നതാണ്. എന്തായാലും വേണ്ടില്ല, നമുക്ക് പാനിപ്പൂരി കിട്ടി. പക്ഷേ അത്യാവശ്യം ഓക്കെയാണ്, ഭയങ്കര ഹൈപ്പൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ